പിശാചാണ്. കുട്ടികളെ നോക്കാൻ എനിക്കാവില്ല. ലോകം ഞെട്ടലോടെ വായിച്ച കുറിപ്പാണിത്. എഴുതിയത് ഒരു നേഴ്സാണ്. 7 പിഞ്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായി കൊന്ന UK-യിലെ നഴ്സ്. പേര് ലൂസി ലെഡ്ബി. ഒരു നേഴ്സായി ജോലി നോക്കുന്ന സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്രയേറെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ തോന്നിയത്? അതിനുണ്ടായ കാരണം എന്താണ്? അവസാനം അവൾക്ക് എന്ത് സംഭവിച്ചു? (2015, 2016 വർഷങ്ങളിൽ UK-യിൽ 7 നവജാത ശിശുക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഭവം. കൃത്യം നടത്തിയ ആ നഴ്സിന്റെ പേര് ലൂസി ലെഡ്ബി. വടക്കൻ ഇംഗ്ലണ്ടിലെ കൗണ്ടസ് ഓഫ് ചെസ്റ്റർ ആശുപത്രിയിലായിരുന്നു ലോകത്തെ നടുക്കിയ ഈ സംഭവം നടന്നത്. 5 ആൺകുഞ്ഞുങ്ങളെയും 2 പെൺകുഞ്ഞുങ്ങളെയുമാണ് ഇവർ കൊലപ്പെടുത്തിയത്. 6 കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. രാത്രി ജോലിക്കിടെ വിഷം കലർത്തിയ ഇൻസുലിൻ കുത്തിവെച്ചും അമിതമായി പാല് കുടിപ്പിച്ചുമൊക്കെയാണ് ഈ 33കാരി കുഞ്ഞുങ്ങളെ വകവരുത്തിയത്. ഒരു പ്രസവത്തിൽ ജനിച്ച 2 പേരായിരുന്നു പ്രതിയുടെ അവസാനത്തെ ഇരകൾ. ഇഡ്യൂസയിൽ അവധിക്കാലം ചിലവഴിച്ച് ഡ്യൂട്ടിക്ക് തിരികെ കയറിയതിന് പിന്നാലെ 2016 ജൂണിലായിരുന്നു ഈ സംഭവം. ഒരു ദിവസത്തെ ഇടവേളയിൽ സഹോദരങ്ങളായ 2 കുഞ്ഞുങ്ങളെയും ലൂസി അതിക്രൂരമായി കൊലപ്പെടുത്തി. പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ഹെയർഫോർഡാണ് ലൂസിയുടെ സ്വദേശം. ചെസ്റ്റർ സർവകലാശാലയിൽ നഴ്സിംഗ് പഠിച്ചു. 2011 ബിരുദം നേടി തൊട്ടടുത്ത വർഷം തന്നെ കൗണ്ടസ് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിൽ ജോലി ആരംഭിച്ചു. നവജാത ശിശുക്കളുടെ വിഭാഗത്തിലായിരുന്നു ഇവളുടെ ജോലി. സോഷ്യൽ മീഡിയയിലും സജീവയായിരുന്നു. സൽസ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ യാത്ര പോവുകയും ചെയ്യും. കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കാൻ ഏറെ ഇഷ്ടമെന്നാണ് പറഞ്ഞിരുന്നത്. അവരാണ് 7 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നത്. 6 കുഞ്ഞുങ്ങളെ വകവരുത്താൻ ശ്രമിച്ച സ്വയം പിശാച് എന്ന് വിശേഷിപ്പിച്ച ഒരു നഴ്സ്. നവജാത ശിശുക്കളുടെ പരിചരണ ചുമതലയായിരുന്നു ലൂസിക്ക്. നിയോനെറ്റോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പരിചരിക്കാൻ പ്രത്യേക പരിശീലനം നേടിയ നേഴ്സായിരുന്നു ലൂസി. പ്രത്യേക ചികിത്സയോ വൈദ്യസഹായമോ ആവശ്യമില്ലാത്ത കുഞ്ഞുങ്ങളെയാണ് പലപ്പോഴും ലൂസിക്ക് പരിചരിക്കാനുണ്ടായിരുന്നത്. ഇത് ജോലിയിൽ വിരസതയ്ക്ക് കാരണമായി എന്നാണ് ഇവർ സമ്മതിച്ചത്. കുഞ്ഞുങ്ങളുടേതെല്ലാം സ്വാഭാവിക മരണമാണെന്ന് വിശ്വസിപ്പിച്ച് അതിവിദഗ്ധമായാണ് ലൂസി സഹപ്രവർത്തകരെ കബളിപ്പിച്ചത്. പ്രശ്നമൊന്നുമില്ലാതെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ആരോഗ്യനില വഷളായി മരിക്കുന്നത് ഡോക്ടർമാരാണ് ആദ്യം ശ്രദ്ധിച്ചത്. ലൂസി പരിചരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് അത്യാഹിതം സംഭവിക്കുന്നത് എന്നും ഇവർക്ക് മനസ്സിലായി. എന്നാൽ ഡോക്ടർമാർ ഉയർത്തിയ ആശങ്ക ആദ്യഘട്ടത്തിൽ ആശുപത്രി മാനേജ്മെന്റ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പിന്നീട് ലൂസിയെ നിയോനെറ്റോളജി വാർഡിൽ നിന്ന് മാറ്റിയെങ്കിലും ഇവർ ആശുപത്രിക്കെതിരെ ഒരു പരാതി നൽകി. ഇതോടെ ഇവരെ ജോലിയിൽ തിരിച്ചെടുത്തു. ഇതിനുശേഷം 3 മരണങ്ങൾ കൂടെ സംഭവിച്ചതോടെ ലൂസിയെ വീണ്ടും ക്ലറിക്കൽ ജോലികളിലേക്ക് മാറ്റി. 2016 അവസാനത്തോടെ ലൂസിക്കെതിരെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് യൂണിയനിൽ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അവർക്ക് അനുകൂലമായാണ് തീരുമാനങ്ങളും വന്നത്. നഴ്സിനോട് ഔദ്യോഗികമായി ക്ഷമാപണം നടത്തണമെന്നും ഒരു അറിയിപ്പ് വന്നു. തുടർന്ന് 2017 മാർച്ചിൽ ലൂസി നിയോനെറ്റോളജി വാർഡിൽ തിരികെ എത്തി. എന്നാൽ ആശുപത്രി മാനേജ്മെന്റ് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഇവർക്ക് അനുമതി നൽകിയില്ല. ഇതിനു പിന്നാലെയാണ് ആശുപത്രി അധികൃതർ പോലീസിന് പരാതി നൽകിയത്. അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഞരമ്പിലും വയറ്റിലും വായു കുത്തിവെച്ചും വിഷം ചേർത്ത ഇൻസുലിൻ ഞരമ്പുകളിൽ കയറ്റിയും അധികമായി പാല് കുടിപ്പിച്ചുമൊക്കെയായിരുന്നു പിഞ്ചു കുരുന്നുകളെ കൊല ചെയ്തിരുന്നത്. കുഞ്ഞുങ്ങളുടെ അവസ്ഥ മോശമെന്ന് ആദ്യം ഇവർ റിപ്പോർട്ട് ചെയ്യും. കൊല പൂർത്തിയാക്കിയ ശേഷം അതീവ ദുഃഖം അഭിനയിക്കും. 2 വട്ടം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരെ പിടികൂടിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുകയായിരുന്നു. പിന്നീട് കൂട്ടക്കുരുതി കണ്ടെത്തുന്നതിൽ നിർണായകമായത് ഇന്ത്യൻ ഡോക്ടർ രവി ജയറാമിന്റെ ഇടപെടലായിരുന്നു. കൗണ്ടസ് ഓഫ് ചെസ്റ്റർ ആശുപത്രിയിലെ തന്നെ ശിശുരോഗ വിദഗ്ധനാണ് അദ്ദേഹം. സഹപ്രവർത്തകയായിരുന്ന ലൂസി ബെറ്റ്സിയെക്കുറിച്ച് അദ്ദേഹത്തിന് തോന്നിയ ചില ആശങ്കകളും സംശയങ്ങളുമാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത്. ഇക്കാര്യം ഡോക്ടർ രവി ജയറാം തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് അടിയന്തരമായി ഇടപെട്ടിരുന്നെങ്കിൽ ചില കുട്ടികളെയെങ്കിലും ജീവനോടെ രക്ഷിക്കാമായിരുന്നുവെന്ന് ഡോക്ടർ പ്രതികരിച്ചു. 2015 ജൂണിൽ
രോഗങ്ങളൊന്നും ഇല്ലാത്ത 3 കുട്ടികൾ പെട്ടെന്ന് മരിച്ചതോടെയാണ് ഡോക്ടറിൽ സംശയം ഉടലെടുത്തത്. തന്റെ ആശങ്കകൾ ഉന്നയിച്ചെങ്കിലും ആശുപത്രി മാനേജ്മെന്റ് അത് തള്ളിക്കളഞ്ഞു. പിന്നീട് കൂടുതൽ കുട്ടികൾ മരിച്ചതോടെ മുതിർന്ന ആരോഗ്യ വിദഗ്ധരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. അതിൽ ഡോക്ടറുടെ സംശയങ്ങളും പങ്കുവച്ചു. പെട്ടെന്ന് ആരോഗ്യം മോശമാവുന്ന കുട്ടികൾ ലൂസി പരിചരിക്കുന്നവരാണെന്നും ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് 2017 ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിക്കാൻ നാഷണൽ ഹെൽത്ത് സർവീസ് ഡോക്ടർമാരെ അനുവദിച്ചത്. തുടർന്ന് സംശയങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചു. UK കൗണ്ടസ് ഓഫ് ചെസ്റ്റർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ലൂസി ലെഡ്ബി എന്ന സീരിയൽ കില്ലർ ആയിരുന്നു അവർ. 7 കുഞ്ഞുങ്ങളായിരുന്നു ലൂസിയുടെ കൊടും ക്രൂരതയ്ക്ക് ഇരയായത്. 6 കുഞ്ഞുങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇക്കൂട്ടത്തിൽ ഒരു ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞുവരെയുണ്ട്. രഹസ്യ കൊലപാതകങ്ങൾക്കായി ലൂസി പല മാർഗങ്ങളും സ്വീകരിച്ചിരുന്നു. ഞരമ്പുകളിലും വയറ്റിലും വായു കുത്തിവെച്ചു. വിഷം ചേർത്ത ഇൻസുലിൻ ഞരമ്പുകളിലേക്ക് കയറ്റി. അധികമായി പാല് കുടിപ്പിച്ചു. എല്ലാം സ്വാഭാവിക മരണമെന്ന് സഹപ്രവർത്തകരെ വിശ്വസിപ്പിക്കാനും ലൂസിക്ക് കഴിഞ്ഞു. ക്രൂരമായി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മാതാപിതാക്കളുടെ സോഷ്യൽ മീഡിയ പേജ് വിസിറ്റ് ചെയ്യുന്ന സ്വഭാവവും ഇവർക്കുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ പാരന്റ്സിന് ഒരു സിമ്പതി കാർഡും ഇവൾ അയച്ചിരുന്നു. ക്രൂരവും മുൻകൂട്ടി നിശ്ചയിച്ചതുമായ കൊലപാതകങ്ങളാണ് ഇവർ നടത്തിയത് എന്ന് വിചാരണ ജഡ്ജി പറഞ്ഞു. ദുർബലരായ കുട്ടികളെ കൊലപ്പെടുത്തിയ പ്രതി രാജ്യത്തിന് അപകീർത്തികരമായ കൊലപാതകങ്ങളാണ് നടത്തിയത് എന്നും കോടതി പറഞ്ഞു. മരണം വരെ ജയിൽ ശിക്ഷയാണ് മാഞ്ചസ്റ്റർ ക്രൗൺ കോടതി ലൂസിക്ക് വിധിച്ചത്. ഒരിക്കലും പരോൾ അനുവദിക്കുകയുമില്ല. കുറ്റകൃത്യത്തെ ലഘൂകരിക്കുന്ന ഘടകങ്ങളൊന്നും കാണുന്നില്ല. കൊലപാതകങ്ങളിൽ പശ്ചാത്താപമില്ലാത്ത പ്രതി ജീവിതകാലം മുഴുവനും ജയിൽ ശിക്ഷ അനുഭവിക്കാൻ അർഹയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ശിക്ഷ വിധിക്കുമ്പോൾ ലൂസി കോടതിയിൽ ഹാജരായില്ല. ലൂസി ലെഡ്ബി കൂടുതൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചോ എന്ന് കണ്ടെത്താനായി പോലീസ് അന്വേഷണം വിപുലമാക്കുകയും ചെയ്തു. ഇവർ ജോലി ചെയ്ത ആശുപത്രികൾ കേന്ദ്രീകരിച്ച് വിപുലമായ അന്വേഷണം നടത്താനും പോലീസ് തീരുമാനിച്ചു. കൗണ്ടസ് ഓഫ് ചെസ്റ്റർ ആശുപത്രിയിൽ സംശയാസ്പദമായ ചില സംഭവങ്ങൾക്കിരയായ 30 കുട്ടികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിയുകയും ചെയ്തു. പലരും പറയും കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മമാരായിരിക്കും ഒരു ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ എന്ന്, അവർക്ക് എപ്പോഴും സുരക്ഷിതത്വമുള്ള കൈകളെന്ന്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അതെല്ലാം തെറ്റായി മാറും. മറ്റുള്ളവരെ പോലെ ചില മാതാപിതാക്കളും മക്കളോട് അപരിചിതരെ പോലെ ആയിരിക്കും പെരുമാറുക മാത്രമല്ല, അതിക്രൂരമായ പല കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളിലൂടെ ചെയ്യാനും ഇവർ മടിക്കാറില്ല. മാതാപിതാക്കൾ തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സംഭവം ഈ കാലഘട്ടങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയിലുമായി ഇങ്ങനെയുള്ള പല കേസുകൾ നമ്മൾ തന്നെ അറിഞ്ഞതാണ്. 7 പിഞ്ചു കുഞ്ഞുങ്ങളെ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ കൊന്ന ഈ ഒരു ലൂസി എന്ന കുറ്റവാളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.